നമ്മുടെ ആറാമത്തെ ചാപ്റ്റർ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് യൂണിറ്റ് 7 ആണ്, ട്രയൽ ബാലൻസ് ആണ്. അപ്പോൾ നമ്മൾ ഇതുവരെ ഫസ്റ്റ് ഓഫ് ഓൾ ഒരു അക്കൗണ്ടിങ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഒരു ബിസിനസ് സ്ഥാപനത്തിൻ്റെ ഒരു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സുകൾ എന്ന് പറയുന്നത് ഫസ്റ്റ് ജേണലാണ്, പിന്നെ ലെഡ്ജറിലേക്ക് അത് പോസ്റ്റ് ചെയ്യുന്നു, സെപ്പറേറ്റ് അക്കൗണ്ടുകൾ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നു, അതിനെയാണ് നമ്മൾ ലെഡ്ജർ എന്ന് പറയുന്നത്. ഇനി ആ ലെഡ്ജറിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യാണ്, ട്രയൽ ബാലൻസ് എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യാണ്. ട്രയൽ ബാലൻസ് ലെഡ്ജറിൽ നിന്ന് നമ്മൾ അതിൽ ഇൻകം, അസറ്റും, ലയബിലിറ്റിയും, അതുപോലെ ക്യാപിറ്റലും എക്സ്പെൻസും, ഈ 5 ഐറ്റംസിനെ നമ്മൾ വേർതിരിച്ചിട്ട് അതിനെ നമ്മൾ ഡെബിറ്റും ക്രെഡിറ്റും ആക്കി മാറ്റി എന്ത് ചെയ്യാണ്, ബാലൻസ് ചെയ്യാണ്. അപ്പോൾ ഇതാണ് ട്രയൽ ബാലൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ലെഡ്ജറിൽ നിന്ന് നമ്മൾ നോക്കിയിട്ട്, അല്ലെങ്കിൽ ലെഡ്ജറിൽ നിന്ന് ഇൻകം ആണോ, അസറ്റാണോ, ലയബിലിറ്റി ആണോ, ക്യാപിറ്റലാണോ, എക്സ്പെൻസ് ആണോ, ഈ 5 ഹെഡിന് താഴെ ആണോ വരുന്നത്, ആ ഐറ്റംസുകൾ എടുത്തിട്ട് നമ്മൾ ഈ ഒരു അണ്ടർ ഹെഡിങ്ങിൻ്റെ, അസറ്റിൻ്റെയും ലയബിലിറ്റിൻ്റെയൊക്കെ അണ്ടറിൽ കൊണ്ടുവരിക. എന്നിട്ട് നമ്മൾ അതിനെ ബാലൻസ് ചെയ്യുക. അതാണ് ട്രയൽ ബാലൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ ട്രയൽ ബാലൻസ് ചെയ്താലേ ഉള്ളൂ നമുക്ക് അടുത്ത സ്റ്റേജായിട്ടുള്ള നമ്മളെ ഫൈനൽ അക്കൗണ്ട്സുകളായിട്ടുള്ള പ്രോഫിറ്റ് ട്രേഡിംഗ് അക്കൗണ്ടും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ബാലൻസ് ഷീറ്റും നമുക്ക് പ്രിപ്പയർ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഈ ഫൈനൽ അക്കൗണ്ട്സുകൾ പ്രിപ്പയർ ചെയ്യുന്നതിൻ്റെ തൊട്ട് മുമ്പുള്ള അക്കൗണ്ടാണ് അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റ്മെൻറ്റാണ് ട്രയൽ ബാലൻസ്. അപ്പോൾ ഈ ലെഡ്ജറിൽ പോസ്റ്റ് ചെയ്തതിനെ അതിൽ എന്തെങ്കിലും അരിത്മെറ്റിക്കലായിട്ട് എന്തെങ്കിലും എറേഴ്സുകളോ അല്ലെങ്കിൽ എന്തെങ്കിലും മിസ് ചെയ്തിട്ടുണ്ടെങ്കിലൊക്കെ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ട്രയൽ ബാലൻസ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഈ ട്രയൽ ബാലൻസ് നോക്കുമ്പോൾ അത് ടാലി ആണെങ്കിൽ, ഈ ഡെബിറ്റും ക്രെഡിറ്റും നമുക്ക് ടാലിയായി കിട്ടുകയാണെങ്കിൽ അവിടെ എന്താണ് എറേഴ്സ് വന്നിട്ടില്ല എന്ന് മനസ്സിലാക്കാം കേട്ടോ. അതിൻ്റെ ഈ ട്രയൽ ബാലൻസിൻ്റെ അതിനെ ഫോക്കസ് ചെയ്തിട്ട് അല്ലെങ്കിൽ അതിനെ ബേസ് ചെയ്തിട്ടാണ് നമുക്ക് ട്രേഡിംഗ് അക്കൗണ്ടും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും അതുപോലെ ബാലൻസ് ഷീറ്റും നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കണം. അപ്പോൾ ഈ ഫൈനൽ അക്കൗണ്ട്സുകൾ പ്രിപ്പയർ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, അതുപോലെ എറേഴ്സുകൾ കണ്ടെത്താൻ പറ്റുന്നുണ്ട്, ഹരിതമെറ്റിക്കൽ ആക്യുറസി ഉറപ്പുവരുത്താൻ സാധിക്കുന്നുണ്ട്. ഇങ്ങനെ കുറച്ച് ഒബ്ജക്റ്റീവ്സുകൾ ഈ ട്രയൽ ബാലൻസിനുണ്ട് എന്ന് മനസ്സിലാക്കാം കേട്ടോ. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ പഠിക്കാനുള്ളത് എന്താണ് ട്രയൽ ബാലൻസ്, വാട്ട് ഈസ് എ ട്രയൽ ബാലൻസ്, ദെൻ പ്രിപ്പറേഷൻ ഓഫ് ട്രയൽ ബാലൻസ്, ദെൻ അതുപോലെ ട്രയൽ ബാലൻസ് ഗിവൻ ലിസ്റ്റ് ഓഫ് ബാലൻസ്, പിന്നെ അതുപോലെ കോസ് ഓഫ് ഡിസഗ്രിമെൻറ്റ് ട്രയൽ ബാലൻസ്, അതുപോലെ ലൊക്കേഷൻ എറേഴ്സ് ആൻഡ് ട്രയൽ ബാലൻസ് ഡിസഗ്രി, എറേഴ്സ് നോട്ട് ഡിസ്ക്ലോസ്ഡ് ബൈ ട്രയൽ ബാലൻസ്, അഡ്വാൻറ്റേജസ് ഓഫ് ട്രയൽ ബാലൻസ്, ലിമിറ്റേഷൻസ് ഓഫ് ട്രയൽ ബാലൻസ്, റെക്ടിഫിക്കേഷൻ എറേഴ്സുകൾ, സസ്പെൻസ് അക്കൗണ്ട്, എഫക്റ്റീവ് റെക്ടിഫൈ എൻട്രീസ് ഓർ പ്രോഫിറ്റ്. ഇത്രയും ഭാഗമാണ് നമുക്ക് ഇവിടെ ഡിസ്കസ് ചെയ്യാനുള്ളത് ഈ ചാപ്റ്ററിൽ കേട്ടോ. അപ്പോൾ ഇത് സിമ്പിളാണ്, മനസ്സിലാക്കി പോയാൽ ഇത് സിമ്പിളായിട്ട് നമുക്ക് പറയാൻ പറ്റുക അല്ലെങ്കിൽ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ് കേട്ടോ. ട്രയൽ ബാലൻസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത് എന്താണ്, ഇതിൽ നോക്കാം. വി ആർ പ്രിപ്പയർഡ് സ്റ്റേറ്റ്മെൻറ്റ് അറ്റ് ദ എൻഡ് ഓഫ് ദ ഇയർ ബിക്കം നെസസറി ചെക്ക് ഹരിതമെറ്റിക്കൽ ആക്യുറസി ഓഫ് ദ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ബിഫോർ എ ഫൈനൽ അക്കൗണ്ട് ക്യാൻ ബി പ്രിപ്പയർഡ്. ഫോർ ദിസ് പർപ്പസ് വി പ്രിപ്പയർഡ് സ്റ്റേറ്റ്മെൻറ്റ് കോൾഡ് ട്രയൽ ബാലൻസ്. മനസ്സിലായോ? അപ്പോൾ ട്രയൽ ബാലൻസ് എന്നാൽ ജേണലിൽ നിന്ന് ലെഡ്ജറിലേക്ക് മാറ്റുന്നു, വേരിയസ് അക്കൗണ്ട്സുകളാക്കിയിട്ട് ലെഡ്ജറിലേക്ക് പോസ്റ്റ് ചെയ്യുന്നു. അതിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ത്രൂ ഔട്ട് ആ ഇയറിൽ കണ്ടിന്യൂസ് ആയിട്ട് ഈ പോസ്റ്റിംഗ് റെക്കോർഡ് ചെയ്യുന്ന നോക്കിയിട്ടാണല്ലോ, അതിനെ ബേസ് ചെയ്തിട്ട് അതിൻ്റെ ഹരിതമെറ്റിക്കൽ ആക്യുറസി ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഫൈനൽ അക്കൗണ്ട്സിൻ്റെ മുമ്പേ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന ഒരു അക്കൗണ്ടാണ് ട്രയൽ ബാലൻസ് എന്ന് പറയുന്നത്, ഒരു സ്റ്റേറ്റ്മെൻറ്റാണ് ട്രയൽ ബാലൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ട്രയലാണ്, ശരിക്കും അറിയാം ട്രയൽ തന്നെയാണ്. കാരണം ഇതിൽ ശരിയായിട്ടുണ്ടെങ്കിൽ ലെഡ്ജർ ശരിയായി എന്നാണ് അതിൻ്റെ അർത്ഥം. പിന്നെ അതുപോലെ ഇതിൽ ശരിയായി ടാലിയായിട്ട് എന്താണ് ഈ ഡെബിറ്റും ക്രെഡിറ്റും ഈക്വലും ആണെങ്കിൽ അവിടെ എന്താണ് നമ്മുടെ ബാലൻസ് ഷീറ്റും അവിടെ ശരിയായിരിക്കും കേട്ടോ. അങ്ങനെയാണ് ഇത് ശരിക്കും അറിയാം ട്രയൽ തന്നെയാണ്, നമ്മൾ ശരിയാണോ അല്ലയെന്ന് നോക്കുന്ന ഒരു കാര്യം തന്നെയാണ് കേട്ടോ. ഓക്കെ, അതാണ് ട്രയൽ ബാലൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇവിടെ വേറൊരു കാര്യം നിങ്ങളോട് പറയാനുള്ളത്,
നിങ്ങൾ 5 ഹെഡുകളാണ് ഇവിടെ വരുന്നത്. ഒന്നാമത്തത് അസറ്റ്, ദെൻ രണ്ടാമത്തത് ലയബിലിറ്റി. ഈ അസറ്റും ലയബിലിറ്റിയും ഡെബിറ്റ് ബാലൻസസുകളാണ്, മനസ്സിലാക്കുക. അസറ്റും ലയബിലിറ്റിയും ഡെബിറ്റ് ബാലൻസാണ്. ദെൻ അതുപോലെ ഇൻകം, അതുപോലെ ക്യാപിറ്റലും എക്സ്പെൻസും ക്രെഡിറ്റ് ബാലൻസാണ്, അതുകൂടെ മനസ്സിലാക്കുക. അപ്പോൾ ഈ ഡെബിറ്റും ക്രെഡിറ്റും ഏതൊക്കെ ഡെബിറ്റിൽ വരുന്നത്? അസറ്റും ലയബിലിറ്റിയും കേട്ടോ. ദെൻ ക്രെഡിറ്റ് ആയിട്ട് വരുന്നത് ക്രെഡിറ്റ് എമൗണ്ട് കോളത്തിൽ എഴുതേണ്ട ഐറ്റംസുകൾ ഏതൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഇൻകത്തിൽ ഉൾപ്പെട്ട ഐറ്റംസുകൾ, അതുപോലെ ക്യാപിറ്റലിൽ ഉൾപ്പെട്ട ഐറ്റംസുകൾ, എക്സ്പെൻസിൽ ഉൾപ്പെട്ട ഐറ്റംസുകൾ. ഇത് മൂന്നും എന്താണ്? ക്രെഡിറ്റ് അക്കൗണ്ട്സ്, ക്രെഡിറ്റ് കോളത്തിലാണ്, എമൗണ്ട് കോളത്തിലാണ് നമ്മൾ കൊടുക്കേണ്ടത്. അസറ്റുമായി ബന്ധപ്പെട്ട ട്രാൻസാക്ഷൻസുകളാണെങ്കിൽ അതിൻ്റെ എമൗണ്ട് നമ്മൾ ഡെബിറ്റ് കോളത്തിലാണ് എഴുതേണ്ടത്. ലയബിലിറ്റിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണെങ്കിൽ അവിടെ എന്താണ്? അസറ്റും ലയബിലിറ്റി ഡെബിറ്റ് കോളത്തിലാണ് നമ്മൾ എഴുതി കൊടുക്കേണ്ടത് കേട്ടോ. ഓക്കെ അല്ലേ? ഇത്രയാണ് മനസ്സിലാക്കേണ്ട കാര്യം. ഓക്കെ, അപ്പോൾ ഇനി നമുക്കിവിടെ ചെയ്യാനുള്ളത് നോക്കാം. നമ്മുടെ ടെക്സ്റ്റിൽ പറയുന്നത് ട്രയൽ ബാലൻസ് ദിസ് ഡിഫൈൻഡ് എ സെറ്റിൽമെൻറ്റ് ഓഫ് എ ഷെഡ്യൂൾ ലിസ്റ്റിംഗ് ഓഫ് എ സെപ്പറേറ്റ് കോളംസ് ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ് ബാലൻസ് ലെഡ്ജർ അക്കൗണ്ട് ഓൺ എ പർട്ടിക്കുലർ ഡേറ്റ്. പർട്ടിക്കുലർ ഡേറ്റിൽ നമ്മൾ ചെയ്യുക എന്നുള്ളതാണ്. ഇവിടെ ഇതിൻ്റെ കുറച്ച് ആ പ്രോബ്ലം കഴിഞ്ഞ ശേഷം നമുക്ക് ഇവിടെ ശരിക്കും റൂൾസ് പറയുന്നുണ്ട്. ഓൾ അക്കൗണ്ട്സ് എക്സ്പെൻസ് ഇൻക്ലൂഡിങ് പർച്ചേസ് ലോസ് ഓഫ് എ ഡെബിറ്റ് ബാലൻസ്, ഓൾ എക്സ്പെൻസസുകൾ ഡെബിറ്റ് ബാലൻസ്, ഓൾ ഇൻകംസുകളെല്ലാം ക്രെഡിറ്റ് ബാലൻസ് കേട്ടോ, ക്രെഡിറ്റ് ബാലൻസ്. ഓൾ അക്കൗണ്ട്സ് അസറ്റ് വിൽ ബി ഡെബിറ്റ്, അസറ്റും എക്സ്പെൻസും ആണ് കേട്ടോ, മനസ്സിലാക്കുക. അസറ്റും എക്സ്പെൻസും ഡെബിറ്റ് ബാലൻസാണ്. ഞാൻ അവിടെ നേരത്തെ പറഞ്ഞത് മാറിയോ എന്ന് സംശയമുണ്ട്, അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം. ഓൾ അക്കൗണ്ട്സ് ഓഫ് എ അസറ്റ് വിൽ ബി ഡെബിറ്റ് ബാലൻസ്, അസറ്റുകൾ ഡെബിറ്റ് ചെയ്യുക. അസറ്റ് ഓൾ അക്കൗണ്ട്സ് ഓഫ് എ ലയബിലിറ്റി വിൽ ബി ക്രെഡിറ്റ് കേട്ടോ, ലയബിലിറ്റി ക്രെഡിറ്റ് ചെയ്യണം കേട്ടോ. അസറ്റ് ഡെബിറ്റ് ചെയ്യണം, ലയബിലിറ്റി ക്രെഡിറ്റ് ചെയ്യണം, മനസ്സിലാക്കണം. പിന്നെ അതുപോലെ എക്സ്പെൻസ് ഡെബിറ്റ് ചെയ്യണം കേട്ടോ. എക്സ്പെൻസ് ഡെബിറ്റാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, മാറി തോന്നുന്നുണ്ട്, അപ്പോൾ അത് മാറ്റണം. നിങ്ങൾ പറഞ്ഞത് മാറിയതാണ്. എന്താണ്? എക്സ്പെൻസുകൾ ഡെബിറ്റായ, അപ്പോൾ ഏതൊക്കെ ഡെബിറ്റ് ചെയ്യേണ്ടത്? എക്സ്പെൻസുകളും അതുപോലെ അസറ്റും ഡെബിറ്റ് കോളംസിലാണ് എഴുതേണ്ടത്. ദെൻ ഓൾ ഇൻകംസും ഓൾ ലയബിലിറ്റീസുകളും അതുപോലെ ക്യാപിറ്റൽ അക്കൗണ്ടും ക്യാപിറ്റൽ അക്കൗണ്ടും ക്രെഡിറ്റിലാണ് കേട്ടോ. അപ്പോൾ ക്രെഡിറ്റ് ഐറ്റംസിൽ ക്രെഡിറ്റ് കോളംസിൽ 3 കാര്യങ്ങളാണ് വന്നത്. ഏതൊക്കെയാണോ ഒന്നുകൂടെ പറയാം. ഓൾ ഇൻകംസ്, ഇൻകം, അതുപോലെ ലയബിലിറ്റിയും ക്യാപിറ്റലും. ക്ലിയർ ആയല്ലോ? ഇനി ഡെബിറ്റ് ബാലൻസ് ആയിട്ട് വരുന്നതോ എക്സ്പെൻസും അസറ്റും പിന്നെ സെപ്പറേറ്റ് വേറൊരു കാര്യം പറയുന്നുണ്ട്, ഡ്രോയിങ്സും കേട്ടോ. ഇതും ഡെബിറ്റ് ബാലൻസിലാണ് വരുന്നത്. ഇങ്ങനെയാണ് നമ്മൾ ടെക്സ്റ്റിൽ കറക്റ്റായിട്ട് നോക്കുക. ഈ പ്രോബ്ലം കഴിഞ്ഞ ഉടനെ നമുക്ക് പറയുന്നുണ്ട് അതിൽ ഈ ഒരു റൂള് നിങ്ങൾ പഠിക്കുക കേട്ടോ. ഈ ഒരു ഗൈഡ്ലൈൻസ് നിങ്ങൾ പഠിക്കണം, എന്നാലേ നമുക്ക് ട്രയൽ ബാലൻസ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഓക്കെ, അപ്പോൾ അത് കമ്മീഷൻ അതിൽ പറഞ്ഞിട്ടുണ്ട്. റേസ് റിഗാർഡ് ഐറ്റംസ് ലൈക്ക് കമ്മീഷൻ, ഡിസ്കൗണ്ട്, റെൻറ്റ്, ഇൻട്രസ്റ്റ്, അങ്ങനെയുള്ള ഓൾ എക്സ്പെൻസസുകൾ ആസ് വെൽ ആസ് ഇൻകംസുകൾ ഇൻ സച്ച് എ കേസ് ഓഫ് നാച്ചുറൽ ഓഫ് ബാലൻസ് യൂഷ്വലി ഇൻഡിക്കേറ്റ് മെൻഷൻ ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ് കേട്ടോ. ഇതിൽ ഇൻകംസുകളെല്ലാം എന്ത് ചെയ്യുക? ഇൻകംസുകളെല്ലാം നമ്മൾ ക്രെഡിറ്റ് ചെയ്യുക, അതുപോലെ എക്സ്പെൻസസുകളെല്ലാം നമ്മൾ ഡെബിറ്റ് ചെയ്യാം കേട്ടോ. ഓക്കെ, അതാണ് അവിടെ പറഞ്ഞിട്ടുള്ളത്. റിസീവ്ഡും പെയ്ഡും ഉണ്ട്, അതാ നോക്കിയിട്ട് ചെയ്യുക. റിസീവ്ഡ് പെയ്ഡും വരുന്നുണ്ട്. റിസീവ്ഡ് ഡെബിറ്റ് ചെയ്യുക, പെയ്ഡ് ക്രെഡിറ്റ് ചെയ്യുക. ഓക്കെ, ആ ഒരു റൂള് മനസ്സിലാക്കുക. അതിന് മുമ്പേ അപ്പോൾ നമ്മൾ ആദ്യം ഇത് മനസ്സിലാക്കണം കേട്ടോ. ഇത് നമുക്ക് നെക്സ്റ്റ് പറഞ്ഞിട്ടുള്ളത് ഒരു സബ്സിഡിയറി ബുക്ക് അല്ലേ, നമ്മൾ കഴിഞ്ഞതിൽ പഠിച്ച സബ്സിഡിയറി ബുക്കാണ് നമുക്ക് ഡിസ്കസ് ചെയ്യുന്നത്. സബ്സിഡിയറി ബുക്ക്
അപ്പോൾ ഈ സബ്സിഡിയറി ബുക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഒരുപാട് സബ്സിഡിയറി ബുക്ക്സ് 8 ഐറ്റം സബ്സിഡിയറി ബുക്ക് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. ആ 8 ഐറ്റം സബ്സിഡിയറി ബുക്സാണ് ഈ ഫസ്റ്റ് ഇല്ലസ്ട്രേഷനായിട്ട് നമുക്ക് ഈ ട്രയൽ ബാലൻസിൽ കൊടുത്തിട്ടുള്ളത്. ജസ്റ്റ് അതൊന്ന് പറഞ്ഞിട്ട് പോവാം. സിമ്പിളാണ്. കുറച്ച് ട്രാൻസാക്ഷൻസുകൾ തന്നിട്ടുണ്ട്. എന്നിട്ട് ക്യാഷ് ബുക്ക്, പർച്ചേസ് ജേണൽ, ഓരോന്നും നമുക്ക് ചെയ്യാനുണ്ട്. 8 സബ്സിഡിയറി ബുക്ക് പറഞ്ഞിട്ടില്ലേ, ആ സബ്സിഡിയറി ബുക്ക് ഇവിടെ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നു എന്നുള്ളൂ. അപ്പോൾ അത് നോക്കാം കേട്ടോ. ഈ ഒരു ലെഡ്ജറിൻ്റെ ബേസിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യാൻ പറ്റുമെന്ന് മനസ്സിലാക്കുക. അപ്പോൾ ട്രയൽ ബാലൻസിൽ കൂടുതലൊന്നും റൂൾസുകളൊന്നുമില്ല. ഇത്രയേ ഉള്ളൂ റൂള്. എന്താണ് ഇതിൻ്റെ ഫോർമാറ്റ് ഉണ്ട്. ഫോർമാറ്റ് നെയിം ഓഫ് അക്കൗണ്ട്, LF, ഡെബിറ്റ്, ക്രെഡിറ്റ്, ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ ഫോർമാറ്റ് കേട്ടോ. പക്ഷേ ഇതിൻ്റെ റൂൾ ഇതാണ്. ഓൾ അക്കൗണ്ട്സുകൾ, എക്സ്പെൻസസുകളെല്ലാം ഡെബിറ്റ് ബാലൻസ് ആണ്. ഓൾ ഇൻകംസുകളെല്ലാം ക്രെഡിറ്റ് ബാലൻസ് ആണ്. ഓൾ അസറ്റുകളെല്ലാം ഡെബിറ്റ് ബാലൻസ് ആണ്. ഓൾ ലയബിലിറ്റീസുകളെല്ലാം ക്രെഡിറ്റ് ബാലൻസ് ആണ്. ദെൻ അതുപോലെ ക്യാപിറ്റൽ അക്കൗണ്ട് ക്രെഡിറ്റ് ബാലൻസ് ആണ്. ഡ്രോയിങ് അക്കൗണ്ട് ഡെബിറ്റ് ബാലൻസ് ആണ്. ഇതാണ് അതിൻ്റെ റൂള്. ഇതാണ് നിങ്ങൾ ബൈ ഹാർട്ട് ആക്കിയത് കേട്ടോ. അത്രയേ ഉള്ളൂ ട്രയൽ ബാലൻസ് ഉള്ളത്. ഇനി നമുക്ക് ഈ പ്രോബ്ലം ഒന്ന് ചെയ്ത് നോക്കാം. ഏപ്രിൽ 2018 ഒരു ട്രാൻസാക്ഷൻസുകളാണ് തന്നിട്ടുള്ളത്. ഏപ്രിൽ 2 കേട്ടോ. ഏപ്രിൽ 2 പെയ്ഡ് വേജ് ആൻഡ് സാലറി എന്ന് പറഞ്ഞിട്ടുണ്ട്. ദെൻ അതുപോലെ അപ്പോൾ അവിടെ ക്യാഷ് ബുക്കാണ് ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ സാലറി വേജുമൊക്കെ എന്താണ്, സാലറിയും വേജും ഒക്കെ അവിടെ ക്യാഷ് ഐറ്റംസുകളാണ്. അപ്പോൾ നമ്മൾ ക്യാഷ് ബുക്കിൽ എന്തെഴുതണം, ക്യാഷ് ബുക്കിൽ നമ്മൾ നേരെ ഓപ്പോസിറ്റ് എൻട്രി ആയിട്ടുള്ള വേജ് അല്ലേ, ബൈ വേജ് ആൻഡ് സാലറി അക്കൗണ്ട് 6000 രൂപ നമ്മൾ എഴുതി കൊടുക്കണം. ക്ലിയർ ആയോ? പിന്നെ അതുപോലെ 2-ാം തീയതി ക്യാഷ് സെയിൽസ് ആണ്, സെയിൽസ് നടന്നിട്ടുണ്ട് പറയുന്നുണ്ട്. അതിൻ്റെ മുമ്പേ നമ്മൾ ഇതിൽ ബാലൻസ് കാണിക്കുന്നുണ്ട്. ബാലൻസ് ബ്രോഡ് ഓൺ കഴിഞ്ഞതിൽ 15000 രൂപ നമുക്ക് ബാലൻസ് ബ്രോഡ് ഓൺ ആയിട്ട് ക്യാഷ് ഇൻ ഹാൻഡ് എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അവിടെ ഫസ്റ്റ് ഓഫ് ഓൾ ആ ഇല്ലസ്ട്രേഷന് ഒന്ന് നോക്കുക. അസറ്റ് സൈഡിൽ ക്യാഷ് ഇൻ ഹാൻഡ് 15000 രൂപ, അത് നമ്മൾ ബാലൻസ് ബ്രോഡ് ഓൺ ആക്കിയിട്ട് 15000 രൂപ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെയാണ് ക്യാഷ് ബുക്ക് ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിൻ്റെ ഓപ്പണിംഗ് എൻട്രി ആയിട്ട് 15000 രൂപ. പിന്നെയാണ് വേജ് ആൻഡ് സാലറി കൊടുത്തിട്ടുള്ളത്. ദെൻ അതുപോലെ ക്യാഷ് സെയിൽസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ടു സെയിൽസ് അക്കൗണ്ട് 3000 രൂപ എന്ന് കൊടുത്തു. അതും ക്യാഷുമായി ബന്ധപ്പെട്ട കാര്യമാണ്. പിന്നെ പർച്ചേസ് ആൻഡ് ക്രെഡിറ്റ് അത് നമുക്ക് ഇവിടെ പറയുന്നില്ല, കാരണം അത് ക്രെഡിറ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് പർച്ചേസ് അക്കൗണ്ടിലാണ് അത് കാണിക്കുന്നത് കേട്ടോ. നെക്സ്റ്റ് സോൾഡ് ഗുഡ്സ് ബൈസിക്കിൾ, സോൾഡ് 30 ബൈസിക്കിൾ ടു വിറ്റാൽ അറ്റ് ദ 900 പെർ ബൈസിക്കിൾ എന്ന് പറയുന്നുണ്ട്. അതും നമ്മൾ ഇവിടെ കാണിക്കുന്നില്ല. അത് ക്യാഷുമായി ബന്ധപ്പെട്ടതല്ല എന്ന് മനസ്സിലാക്കുക. അത് ക്യാഷ് പർച്ചേസ് അക്കൗണ്ട്സിലാണ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ. പർച്ചേസ് ജേണലാണ്. ഓക്കെ. നെക്സ്റ്റ് സോൾഡ് 5-ാം തീയതി കേട്ടോ. 5-ാം തീയതി ഉള്ളത് എന്താണ്, അതും തന്നെ നമ്മൾ അതാണ് മിറ്റാലിന് 900 രൂപ, ഒരു സൈക്കിളിന് 900 രൂപ എന്ന രീതിയിൽ നമ്മൾ 30 സൈക്കിൾ നമ്മൾ വിറ്റു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ സെയിൽസ് അക്കൗണ്ട്സിലാണ് നമ്മൾ കാണിക്കുന്നത് കേട്ടോ. സെയിൽസ് അക്കൗണ്ടിലാണ് അത് കാണിക്കുന്നത്. നെക്സ്റ്റ് പെയ്ഡ് സലൂജ ബ്രദേഴ്സ് അല്ലേ, ഓഫ് എ ഫുൾ സെറ്റിൽമെൻറ്റ് ദെയർ അക്കൗണ്ട്. അപ്പോൾ അവിടെ നമ്മൾ അക്കൗണ്ട്സ് സെറ്റിൽമെൻറ്റ് ചെയ്തെന്ന് പറഞ്ഞിട്ട് കൊടുത്തതാണ്. അപ്പോൾ കൊടുത്തതായതുകൊണ്ട് ക്രെഡിറ്റ് സൈഡിലാണ് ബൈ സലൂജ ബ്രോസ് അല്ലേ. എത്രയാണ് കൊടുത്തിട്ടുള്ളത്? 14600 ഉണ്ട്. അപ്പോൾ ഈ 15000 രൂപയാണ്. അപ്പോൾ നമ്മൾ ഓപ്പണിംഗ് ബാലൻസ് 15000 രൂപയല്ലേ. അപ്പോൾ അതിന് 14600 അപ്പോൾ 400 രൂപ ഡിസ്കൗണ്ട് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് നോക്കുക, റിസീവ്ഡ് ഫ്രം എ മിറ്റാൽ 2 സൈക്കിള് എന്ത് ചെയ്തിട്ടുണ്ട്, മിറ്റാൽ ബൈസിക്കിൾ ഡിഫക്റ്റീവ് ആയിട്ടുണ്ട്. സോ സെൻഡ് ഹിം ക്രെഡിറ്റ് നോട്ടായിട്ട്, അഥവാ സെയിൽസ് റിട്ടേൺ ആണ് അവിടെ സംഭവിച്ചിട്ടുള്ളത്. സെയിൽസ് റിട്ടേൺ ആണ് സംഭവിച്ചിട്ടുള്ളത്. ക്രെഡിറ്റ് നോട്ട് എന്ന് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ സെയിൽസ് റിട്ടേൺ ആയിട്ട് അതൊക്കെ മെൻഷൻ ചെയ്യണം. ഓക്കെ. അപ്പോൾ അത് നമ്മൾ സെയിൽസ് റിട്ടേൺ ജേണലിലാണ് കൊടുക്കുക. പിന്നെ അതുപോലെ
പെയ്ഡ് റെൻറ്റ് കൊടുത്തു എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ക്യാഷുമായി ബന്ധപ്പെട്ടതായതുകൊണ്ട് റെൻറ്റ് എത്രയാണ്, 1750 രൂപ റെൻറ്റ് കൊടുത്തു. ദെൻ അതുപോലെ പർച്ചേസ് ഫ്രം സലൂജ ബ്രോസ് ക്രെഡിറ്റിന് വാങ്ങിയിട്ടുണ്ട്. അത് നമ്മൾ പർച്ചേസ് ക്രെഡിറ്റിലാണ് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ അത് ഓരോന്നും നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിട്ട് കൊടുക്കണം. 100 രൂപ 20 സൈക്കിൾ 2000 രൂപ, ദെൻ 20 ഈച്ച് സൈക്കിൾ ഹബ്സുകൾ 400 രൂപ. അപ്പോൾ അപ്പോൾ നമ്മൾ ആ എമൗണ്ട് നമ്മൾ എവിടെയാണ് കൊടുക്കുന്നത്, പർച്ചേസ് അക്കൗണ്ട്സിൽ അല്ലേ കൊടുക്കുന്നുണ്ട്. അതിനെ സാലൂജ് അക്കൗണ്ട്സിൽ തന്നെയാണ് അത് കൊടുക്കുന്നുണ്ട്. സാലൂജ് ബ്രോസ് അക്കൗണ്ട്സിൽ നമ്മൾ അത് കാണിക്കുന്നുണ്ട്. ഓക്കെ, ഓക്കെ. നെക്സ്റ്റ് നമ്മൾ പറഞ്ഞിട്ടുള്ളത് അതിൽ സോൾഡ് റിയോ ബൈസിക്കിൾ പറഞ്ഞിട്ടുണ്ട്. വിറ്റു എന്ന് പറയാം, റിയോക്ക് വിറ്റു എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ റിയോൻ്റെ വിറ്റത് നമ്മൾ സെയിൽസിലാണ് കൊടുക്കുന്നത് കേട്ടോ. സെയിൽസിനാണ് കൊടുക്കുന്നത്. റിയോ വിറ്റത് സെയിൽസിലാണ്. റിയോ തിരിച്ചു കൊടുക്കുന്നുണ്ട്, അത് സെയിൽസ് റിട്ടേണിലാണ് കൊടുക്കുന്നത്. പിന്നെ മിറ്റാലിന് പെയ്ഡ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മിറ്റാൽ പെയ്ഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതെന്താണ് പെയ്ഡ് ചെയ്തത്, ക്യാഷ് ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത് അല്ലേ. അപ്പോൾ 14,000 രൂപ ടു മിറ്റാൽ എന്ന് പറഞ്ഞിട്ട് ക്യാഷ് ബുക്കിൽ നമ്മൾ കൊടുക്കണം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ക്യാഷ് ബുക്കാണല്ലോ പ്രിപ്പയർ ചെയ്യുന്നത്. ദെൻ അതുപോലെ കാണക്ക് നമ്മൾ കൊടുത്തിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട് കേട്ടോ. ബാലൻസ് ആയിട്ട് 1000 രൂപ കൊടുത്തു എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ നോക്കാം, അവിടെ 28-ാം തീയതി കാണ അക്കൗണ്ട്സ് 1000 രൂപ കേട്ടോ, 1000 രൂപ. പിന്നെ റിയോക്ക് കൊടുത്തു എന്ന് പറയുന്നുണ്ട്. ടു റിയോ 6200 ഡിസ്കൗണ്ട് 200 രൂപ കൊടുത്തിട്ടുണ്ട്, അതവിടെ പറയുന്നുണ്ട്. പിന്നെ പറഞ്ഞിട്ടുള്ളത് പെയ്ഡ് മെഹറ സൈക്കിൾ കേട്ടോ, മെഹറ സൈക്കിള് പെയ്ഡ് ചെയ്തു എന്ന് പറഞ്ഞിട്ടുണ്ട്. ബൈ മെഹറ സൈക്കിള് 10,000 രൂപ കേട്ടോ. ഇനി ഇത് നമുക്ക് ബാലൻസ് ചെയ്യുമ്പോൾ, ഈ ക്യാഷ് ബുക്ക് ബാലൻസ് ചെയ്യുമ്പോൾ നമുക്ക് ഡിസ്കൗണ്ട് കോളത്തിൽ 200ഉം ക്യാഷ് കോളത്തിൽ 42,700 കിട്ടി അല്ലേ. അപ്പോൾ നമ്മൾ ഇവിടെ നമുക്ക് 400 ആണ് കിട്ടിയത്. ദെൻ 42,700 നമുക്ക് ഇവിടെ കിട്ടണം. എവിടെ, ക്രെഡിറ്റ് ബാലൻസ് ആയിട്ട് കിട്ടണം. ക്രെഡിറ്റ് കോളത്തിൽ നമുക്ക് ക്രെഡിറ്റ് ബാലൻസ് ആയിട്ട് 42,700 കിട്ടണം. പക്ഷേ അത് അവിടെ അത്രത്തോളം എമൗണ്ട് ഇല്ലാത്തത് കൊണ്ട് നമ്മൾ ആ ഭാഗത്ത് ബാലൻസ് ക്രെഡിറ്റ് സൈഡിൽ ബാലൻസ് ക്യാരി ഡൗൺ ആയിട്ട് 10,350 കൊടുക്കുന്നുണ്ട്. ക്ലിയർ ആയോ? പിന്നെ അതുപോലെ ഡിസ്കൗണ്ടിൽ നമ്മൾ ബാലൻസ് ചെയ്യുകയാണെങ്കിൽ നമ്മളിവിടെ ഡിസ്കൗണ്ട് ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഡിസ്കൗണ്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ബാലൻസ് ബ്രോ ഡൗൺ ആയിട്ട് എന്ത് ചെയ്യാണ്, ഡിസ്കൗണ്ടിൻ്റെ അവിടെ ഒന്നും നമ്മൾ ചെയ്യേണ്ട കേട്ടോ. പിന്നെ ഈ ഡെബിറ്റും ക്രെഡിറ്റും നമ്മൾ ബാലൻസ് ചെയ്യണം. അപ്പോൾ നമ്മൾ ക്രെഡിറ്റ് സൈഡിൽ ക്രെഡിറ്റ് ബാലൻസാണ് കുറവുള്ളത്. സോ അവിടെ ക്യാരി ഡൗൺ ആയിട്ട് നമ്മൾ കൊടുക്കുന്നു. അടുത്ത മാസം മെയ് 1 ബാലൻസ് ബ്രോ ഡൗൺ ആയിട്ട് 10,350 നമ്മൾ എഴുതി കൊടുക്കുന്നു. അങ്ങനെ ക്യാഷ് കോളംസ് നമ്മൾ അവിടെ